സൗദി ലഹരിക്കടത്ത് കേസിൽ പിടിയിലാകുന്ന മലയാളി പ്രവാസികളുടെ എണ്ണം വീണ്ടും വർദ്ധിക്കുന്നു. കഴിഞ്ഞ ദിവസം തായ്ലൻഡ് വഴി ദമാമിലെത്തിയ മലയാളിയിൽ നിന്നും പിടിച്ചെടുത്തത് മാരക ലഹരി വസ്തുവായ 3 കിലോയോളം വരുന്ന ഹഷീഷ്. കേസിൽ സ്വീകരിക്കാനെത്തിയ മലയാളികൾ ഉൾപ്പെടെ 5 പേർ അറസ്റ്റിലായി. രാജ്യത്ത് ലഹരിക്കടത്ത് കേസുകളിൽ ദിനേന 5ഉം 6ഉം പേർക്ക് വധശിക്ഷ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് മലയാളി യുവാക്കളുടെ ലഹരിക്കടത്ത്. കോഴിക്കോട് സ്വദേശിയാണ് ഉംറ വിസയിൽ കഴിഞ്ഞ ദിവസം തായ്ലൻഡിൽ നിന്നും ദമാമിൽ എത്തിയത്. മാരക ലഹരി വസ്തുവുമായി എത്തിയ പ്രതിയെയും കൂട്ടാളികളെയും നാടകീയമായാണ് സുരക്ഷാ വിഭാഗം വലയിലാക്കിയത്. വിമാനത്താവളത്തിലെ പരിശോധനകൾ പൂർത്തിയാക്കി പുറത്തിറങ്ങിയ പ്രതിയെ പിന്തുടർന്ന സുരക്ഷാ വിഭാഗം വഴിയിൽ വെച്ച് പിടികൂടുകയും ശേഷം കൂട്ടാളികളെ കൂടി വലയിലാക്കുകയും ചെയ്തു. 3 കിലോ ഹഷീഷുമായിട്ടുമാണ് ദമാം എയർപോർട്ടിൽ ഇറങ്ങുന്നത്. രഹസ്യാന്വേഷണ വിഭാഗം അദ്ദേഹത്തെ പുറത്തുവിടുകയും അദ്ദേഹം വളരെ ലാഘവത്തോടെ ഈ സാധനം എത്തിക്കേണ്ട ഒരു തങ്ങൾ എന്ന് പറഞ്ഞൊരു വ്യക്തിയിലേക്ക് എത്തിപ്പെടാൻ ചെയ്യുന്ന സമയത്താണ് നിരപരാധികളായ 2 പേർ, ഇവരെ കാണാൻ വന്ന 2 പേർ കൂടെ ഇതിന് കൂടെ പിടിക്കപ്പെടുകയുണ്ടായി. മാത്രമല്ല 5 പേരാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് കസ്റ്റഡിയിലായിരിക്കുന്നത്. വർദ്ധിച്ചുവരുന്ന ലഹരി കേസുകളിൽ ഇന്ത്യൻ പ്രവാസികളുടെ പങ്കാളിത്തവും വർദ്ധിക്കുന്നതിൽ ആശങ്കയിലാണ് സൗദിയിലെ നിയമ വിദഗ്ധർ. إخواننا المقيمين في المملكة العربية السعودية من الجنسية الهندية ومن الجنسيات الأخرى بالحذر مع التعامل مع الأشخاص المشوهين في قضايا المخدرات للعقوبات الصارمة وفق النظام السعودي لنظام الإجراءات الجزائية. ലഹരി കേസുകളിൽ ഇടപെടുന്നതിന് സാമൂഹ്യ പ്രവർത്തകർക്കും ഇന്ത്യൻ എംബസിക്കും പരിമിതികൾ ഏറെയാണ്. ഈ അടുത്ത കാലത്തായി വർദ്ധിച്ചു വരുന്ന യുവാക്കളുടെ മയക്കുമരുന്ന് കേസുകൾ എണ്ണിയാലൊതുങ്ങാത്താണ്. ദമാം സെൻട്രൽ ചെയ്യുന്ന നിരവധി ആളുകളാണ് ഇപ്പോൾ യുവാക്കൾ കിടക്കുന്നത്. കൂടെ യാത്ര ചെയ്യുന്നവർ പിടിക്കപ്പെടുന്നുണ്ട്, കൂടെ താമസിക്കുന്നവർ പിടിക്കപ്പെടുന്നുണ്ട്. നിരപരാധികളും ഇക്കൂട്ടത്തിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്നു എന്നാണ് വളരെ ഖേദകരമായ സംഗതി. അതുകൊണ്ട് ആരെ വിശ്വസിക്കണം, ആരെ കൂടെ യാത്ര ചെയ്യണം, ആരെ കൂടെ താമസിക്കണം എന്ന് പോലും അറിയാത്ത വല്ലാത്തൊരു അവസ്ഥയിലാണ് ഇന്ന് നമ്മുടെ മലയാളി സമൂഹം. വക്കീൽ ഓഫീസുകളിലും പോയി കാണാൻ നിരവധി കേസുകളാണ് ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് മയക്കുമരുന്നിൻ്റെ മാത്രം അറസ്റ്റ് ചെയ്യപ്പെട്ട നമ്മുടെ മലയാളി സമൂഹം. ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാരിൽ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു നമ്മുടെ മലയാളികളാണെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ച കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. ലഹരി മുക്തി ആഗ്രഹിക്കുന്നവർക്ക് എല്ലാവിധ ചികിത്സാ സൗകര്യങ്ങളും സൗദിയിൽ സർക്കാർ ചെലവിൽ ലഭ്യമാണ്. تسعى المملكة العربية السعودية تتبنى نهجا متكاملا لمحاربة المخدرات وعلاج الأفراد المتعاطين من خلال التوعية والتثقيف والوقاية والعلاج التأهيلي والتعاون مع الجهات الحكومية فيما يخص معالجة الأفراد من الإدمان للمخدرات. ലഹരിക്കടത്ത് കേസുകളിൽ ദിനേന രാജ്യത്ത് വധശിക്ഷകൾ നടപ്പിലാക്കി വരുന്നതിനിടെയാണ് മലയാളികൾ ഉൾപ്പെടെ വീണ്ടും പിടിയിലാകുന്നത്. കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ ഏതാണ്ട് 30ഓളം വിദേശികളെ മാത്രം ഇവിടെ വധശിക്ഷ നടപ്പിലാക്കിയിട്ടുണ്ട്, വെറും മയക്കുമരുന്ന് കേസിൽ മാത്രം. നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ നമ്മൾ യുവാക്കൾ എങ്ങനെയാണ് ഇതിലേക്ക് അടിമപ്പെട്ടു പോകുന്നത്, ഇതിലേക്ക് എത്തിപ്പെടുന്നത് എന്നുള്ളത് നമുക്ക് ഒരു മനസ്സിലാകാത്തൊരു സംഗതിയാണ്. അതുകൊണ്ട് തന്നെ രക്ഷിതാക്കളും പരമാവധി ഇവിടെയുള്ള രക്ഷിതാക്കൾ, ഇവിടെ പഠിച്ചു വരുന്ന കുട്ടികൾ, അതുപോലെ തന്നെ മറ്റേ കുട്ടികളൊക്കെ രക്ഷിതാക്കളിൽ നിന്ന് നിരന്തരം അവരൊരു ബോധവൽക്കരണം ഉണ്ടാവേണ്ടതുണ്ട്. മാത്രമല്ല ഇവരെല്ലാം കണ്ണുപെട്ടിച്ചുകൊണ്ടാണ് ചിലരെ സുഹൃത്തുക്കൾ വഴിയാണ് ഇവർ ആദ്യം ഉപയോഗിക്കാൻ വാങ്ങുന്നു, പിന്നെ അത് വിൽപ്പനക്കാരെ മാറുന്നു. ഇവിടെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, വ്യാപക പരിശോധനയാണ്. നിങ്ങൾ ഒരു തരത്തിലും രക്ഷപ്പെടുകയില്ല. മാത്രമല്ല ഇവിടെ പല തരത്തിലുള്ള പല സംവിധാനങ്ങളിലൂടെയാണ് അവരിപ്പോൾ മയക്കുമരുന്ന് വിൽപ്പനക്കാരെയും ഉപയോഗിക്കുന്നവരെയും കണ്ടെത്താനുള്ള പല മാർഗങ്ങളും അവരുടെ മുന്നിലുണ്ട് സൗദി ഗവൺമെൻറ് ഭാഗത്ത്. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കുക, നിങ്ങൾ പിടിക്കപ്പെടില്ല എന്നുള്ള ധാരണയിൽ നിങ്ങൾ ഒരു തരത്തിലും ഇതിന് ഇറങ്ങിത്തിരിക്കേണ്ട. യുവാക്കൾക്കിടയിലെ ലഹരി ഉപഭോഗത്തിനെതിരെ രക്ഷിതാക്കളും പൊതുസമൂഹവും ജാഗ്രതായില്ലെങ്കിൽ കേരളത്തിന്റെ നട്ടെല്ലായ പ്രവാസത്തിന് തന്നെ അത് പരിക്കേൽപ്പിക്കുന്നതായി മാറുമെന്ന ആശങ്കയിലാണ് സൗദിയിലെ പ്രവാസി സമൂഹം. നൌഷാദ് രിക്കൂർ, മീഡിയ 1, ദമ്മാം.